ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് വരയ്ക്കാനായിട്ട് കിട്ടിയത് വീടിൻ്റെ അടുത്തുള്ളൊരു സഹോദരൻ, ആകാശ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊരു പടം വരച്ചു തരണം. ഞാൻ പറഞ്ഞു ഫോട്ടോ താ, ഞാൻ വരച്ചു തരാം. അങ്ങനെ അവൻ്റെ ഫോട്ടോ എനിക്ക് ഫോണിൽ അയച്ചു തന്നു. അത് ആണിന്നിപ്പോൾ വരയ്ക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് അവൻ്റെ ആ ഒരു ഡ്രോയിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പെൻസിൽ ഉപയോഗിച്ച് ആദ്യം തന്നെ നമ്മൾ ഹെയറാണ് വരച്ചത്. തലമുടിയൊക്കെ ആദ്യം പയ്യെ പയ്യെ ലൈറ്റായിട്ട് തെളിച്ചെടുത്തു. ഉപയോഗിച്ചത് പേന പെൻസിലാണ്. അതാകുമ്പോൾ വളരെ നേർത്ത രീതിയിൽ തന്നെ നമുക്ക് ലൈൻസൊക്കെ വരച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം പുരികവും കണ്ണും നമ്മൾ പേന പെൻസിൽ കൊണ്ട് തന്നെ തിന്നായിട്ടുള്ള ലൈൻസൊക്കെ വരച്ച് സ്കെച്ച് ചെയ്തു. പിന്നെ മൂക്കും അതുപോലെ പല്ല്, മീശ, താടി, ആ ഭാഗം, അങ്ങനെ മുഖം കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് പ്രൊപ്പോർഷൻ കറക്റ്റ് ചെയ്താണ് നമ്മൾ വരച്ചത്. അതിനുശേഷം നമ്മൾ ടീഷർട്ട് നല്ല ആ ഒരു കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെ ചെയ്തു. പിന്നെ നമ്മൾ അത് തലമുടി അതിൽ നമുക്ക് കളർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് കൊടുക്കാനായിട്ട് ഏറ്റവും നമുക്ക് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ചാർക്കോൾ പെൻസിലാണ്. ചാർക്കോൾ പെൻസിൽ നമുക്ക് കിട്ടി. അതിന് നല്ല ഡെപ്ത് ഉണ്ട്, നല്ല ഡാർക്കാണ്, ബ്ലാക്ക് കളറാണ്. ചാർക്കോൾ പെൻസിലാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് ഷെയ്ഡ് ചെയ്യാനും അതുപോലെ ബ്ലാക്ക് കളർ കൊടുക്കാനും ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഉപയോഗിക്കുമ്പോഴും നല്ല റിസൾട്ട് ഉണ്ട് അതിന്. നമ്മൾ തലമുടിയൊക്കെ ചെയ്യണ സമയത്ത് അതിൻ്റെ ഓരോ മുടി നാരും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരച്ചെടുക്കാനായിട്ട് കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് ലൈൻസ് പോലെ മുടി ഇഴകൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡയറക്ഷനിലൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചാർക്കോളാകുമ്പോൾ ഏറ്റവും ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നിയത് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ പയ്യനെ പുരികം എല്ലാം ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്തു. അതിൽ ഡാർക്ക് ഷെയ്ഡ് എവിടെയൊക്കെ വരുന്നോ ആ ഭാഗത്തൊക്കെ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ കണ്ണ്, അതുപോലെ കൺപോള, പിന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി, അതെല്ലാം ചെയ്തു. അതിനുശേഷം മൂക്കും പിന്നെ മീശയൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഷെയ്ഡാണ്. മുഖത്ത് എന്തൊക്കെ ഷെയ്ഡുകളുണ്ടോ അതൊക്കെയാണ് നമ്മളുടെ ആ ഒരു ഫീലിങ്സൊക്കെ ശരിക്കും കറക്റ്റായിട്ട് കിട്ടുന്ന ആ ഒരു ചിരിയാണെങ്കിൽ ആ ചിരിയുടെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് ഷെയ്ഡൊക്കെ വീണാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ തലമുടിയിൽ നേരെ ഒന്നുകൂടി ഡാർക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഡാർക്ക് ചെയ്തു. പിന്നീട് നമ്മൾ നെറ്റിയിലുള്ള ഷെയ്ഡുകളൊക്കെ ഒന്ന് ലയിപ്പിച്ച് കൊടുക്കണം. അതിന് നമ്മൾ ഒന്ന് വിരൽ വെച്ച് പയ്യെ ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ബ്ലറായിട്ട് കിട്ടും. ആ ഒരു ഷെയ്ഡ് നമ്മൾ കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണമണിയും അതുപോലെ അതിൻ്റെ കണ്ണിൻ്റെ ചുറ്റുമുള്ള പോളകളും എല്ലാം നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് അതിനെ കൈകൊണ്ടും ചെയ്യാം. അതുകൂടാതെ നമുക്ക് പേപ്പർ ചുരുട്ടിയിട്ട് പേപ്പർ കോൺ വെച്ചിട്ട് അത് വെച്ചും നമുക്ക് ഷെയ്ഡ് ബ്ലറാക്കി കൊടുക്കാം. പിന്നീട് കീഴ്ത്താടിയുടെ അവിടെ അല്പം താടിയുള്ളത് വരച്ചു കൊടുത്തു. അതിനുശേഷം വീണ്ടും ആ പേപ്പർ കോൺ വെച്ചാണ് നമ്മൾ കൂടുതൽ ലൈറ്റാക്കി അത് ബ്ലർ ചെയ്തത്. ഷെയ്ഡൊക്കെ ഒന്ന് ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പറിൻ്റെ തന്നെ ഒരു കോൺ ഷേപ്പിൽ എടുത്തിട്ട് അത് നേരെ ഷെയ്ഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ്. ആ ഒരു ഷെയ്ഡ് കൊടുക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് മുഖത്തുള്ള എല്ലാ ഷെയ്ഡും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിനുശേഷം നമ്മൾ ടീഷർട്ട് ബനിയൻ വരച്ചു, അത് ഡാർക്ക് ചെയ്തു. ഏകദേശം ഇപ്പോൾ ഷേപ്പൊക്കെ ആയിട്ടുണ്ട്, എല്ലാ ഷേപ്പും കഴിഞ്ഞു. പിന്നെ നമ്മൾ പുറമേ ഔട്ട്ലൈനായിട്ട് നമ്മൾ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഒന്ന് ലൈൻസ് വരച്ചിട്ട് വിരലുകൊണ്ട് തന്നെ നമ്മൾ ലയിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതിനും ഉപയോഗിച്ചത് ചാർക്കോൾ പെൻസിൽ തന്നെയാണ്. ലൈറ്റായിട്ട് ഓരോ ലൈൻസ് വരച്ചിട്ട് വെറുതെ ഒന്ന് വിരലുകൊണ്ട് തന്നെ നമ്മൾ കൈവിരലുകൊണ്ട് തന്നെ ലയിപ്പിച്ച് കൊടുത്തു. ചുറ്റുഭാഗം ഒന്ന് ഒരു ഭംഗി വരുന്നതിന് വേണ്ടി
ആണ്. ഒറ്റക്ക് ആ ഒരു പടം മാത്രമായിട്ട് നിൽക്കുമ്പോൾ അതിനൊരു ഷെയ്ഡ് എന്തായാലും വേണം. അപ്പോൾ ആ ഒരു ഷെയ്ഡ് ബാക്കിൽ കൊടുക്കുമ്പോൾ അതിന് വേണ്ടിയാണ് ലൈൻസ് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ അത് ബ്ലർ ചെയ്ത് കൊടുക്കുന്നത്. അതിൽ വെച്ച് തന്നെ പയ്യനെ ഒന്ന് ലയിപ്പിച്ച് കൊടുത്തു. ഇപ്പോൾ ഫൈനൽ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇതാണിപ്പോൾ ഫൈനലായിട്ടുള്ളൊരു ഫിനിഷ് ചെയ്തിട്ടുള്ള ഫോട്ടോ. ഒന്നുകൂടി നമ്മൾ കൃത്യമായിട്ടൊന്ന് കാണിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഫൈനലായിട്ടുള്ള റിസൾട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലെ വരച്ച് കിട്ടാനായിട്ട്, പടങ്ങൾ വരച്ച് കിട്ടാനായിട്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോട്ടോസൊക്കെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ അയച്ചു തരിക. നമുക്ക് ഓരോരുത്തരുടെയും സാവധാന സമയം അനുസരിച്ച് വരക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.